ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് ടങ്കുലുമാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും റീൽസിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പിന്നെ ഷോർട്സിൽ കണ്ടിട്ടുണ്ട്. അത് പല ഐറ്റംസ് വെച്ച് സാധനം ഉണ്ടാക്കാറുണ്ട്, ഫ്രൂട്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് എങ്ങനെ വരും. നമ്മൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കും. നമ്മൾ റീൽസിനകത്ത് കണ്ടു അടിപൊളി സൂപ്പർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം താമസിക്കാൻ നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. ഇത് തന്നെ കൂടുതലാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കുമ്പോൾ. ഞങ്ങൾ ഫുൾ എടുത്തിട്ടില്ല. ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ്. ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൈ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം. ഗ്രേപ്സ് ജസ്റ്റ് ഇങ്ങനെ ഗ്രേപ്സ് നമുക്ക് ഓരോന്നായിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഓറഞ്ച് ജസ്റ്റ് തൊലി പൊളിച്ചൊന്ന് അടർത്തി എടുത്താൽ മാത്രം മതി. ആപ്പിൾ കട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇത് വെറുതെ വെച്ചാൽ മതില്ലേ? ഓക്കെ, ഇത് അടർത്തി ഇട്ടാൽ മതി. നോക്കാം. അപ്പോൾ ഇത് ഓറഞ്ച് എടുക്കുക. ഇത് രണ്ടും നമുക്ക് ഡയറക്റ്റ് അടർത്തിയാൽ മാത്രം മതി. നമുക്ക് കോലിമിഠായി വരെ കഴിക്കാന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇത് ഇത്ര മതിയോ? ഗ്രേപ്സ് മതിയോ? മതിയില്ല? മതി. കുറച്ച് വേണം. തക്കാളി നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ആപ്പിളാണ്. ആപ്പിൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഓറഞ്ചിൻ്റെ ആ ഒരു ഷേപ്പ് പോലെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആപ്പിൾ കട്ട് ചെയ്യാം. ഈ നടുക്കത്തെ സംഭവം കളയണല്ലോ. നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എത്രയായിട്ട് കട്ടി. ഇത് നമുക്ക് ഓറഞ്ചിൻ്റെ ഷേപ്പ് മതിയോ? ആ ഒരു അളവിൽ മതി. കാരണം അല്ലെങ്കിൽ ഈ നമുക്ക് സ്റ്റിക്ക് വെക്കണ്ടല്ലേ. 3 ആയിട്ട് വെക്കാം. നമ്മളിത് ആദ്യം ഒരു 4 ആക്കിയിട്ട് പിന്നെ അത് 3 ആക്കാം. ചെറിയൊരളവിൽ. ഓക്കെ, ഇത് ഭയങ്കര കട്ട് ചെയ്തു. അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്കെല്ലാം വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സ്റ്റിക്സാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് ടങ്കുളു, എങ്ങനെ പ്രൊണൗൺസിയേഷൻ? ഫ്രൂട്ട്സ് ടങ്കുളു പത്തി എല്ലാം നമുക്ക് ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ആക്കണം. അതെ, അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വയ്ക്കും നമ്മൾ കാണിച്ചു തരാം. ആപ്പിൾ ഇങ്ങനെ വെച്ചാൽ മതില്ല. ആദ്യം മുന്തിരി ഇടുന്നല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾ മുന്തിരി തന്നെ പരീക്ഷിക്കാം. ഒരു മുന്തിരിയിൽ എത്താം, അല്ല ഒരെണ്ണത്തിൽ എത്ര മുന്തിരി വെക്കും? ഒരു 5 വെച്ചാൽ 2 3 മുന്തിരി സിമ്പിളാണ്, വെറുതെ കയറ്റിട്ടോ. ഓക്കെ, സെറ്റായി. നല്ല രസമുണ്ടല്ലോ. ഇപ്പം തന്നെ തിന്നാൻ തോന്നില്ല. ഇത് ഞാൻ മേളിലൊരെണ്ണം വരണ്ടേ. ഇത് നമ്മൾ ഇതിനകത്താണ് കണ്ടേക്കുന്നത്. ഇങ്ങനെ സ്റ്റിക്ക് കുറച്ച് മേളിലോട്ട് ആക്കാമോ? കുറച്ച് മേളിലേക്ക് ആക്കാം. കാരണം അല്ലെങ്കിൽ ചെയ്ത് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. സ്റ്റിക്ക് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. സൈഡ് നമുക്ക് ഇവിടെ തന്നെ ആക്കാം. നെക്സ്റ്റ് നമുക്ക് ആപ്പിൾ എടുക്കാം. ആപ്പിൾ ഒരെണ്ണം ഒറ്റയ്ക്കല്ല.
അല്ല, രണ്ടെണ്ണം അപ്പോൾ രണ്ടെണ്ണം വയ്ക്കാം. ഓക്കെ, രണ്ടെണ്ണം. ആപ്പിൾ ഇച്ചിരി സീനാണ്, പക്ഷെ നമുക്ക് രണ്ടായിട്ട് മുറിക്കണ്ടേ. വിട്ടു പോകുന്ന വഴി ഇച്ചിരി ബാക്കോട്ട് വെച്ചാൽ മതി തോന്നുന്നു. അയ്യാ ഫ്രണ്ടോട്ട് വന്നിട്ട് വിട്ടു ഞാൻ. നമുക്ക് ഇങ്ങനെ വെച്ചാൽ കട്ടി കൊടുക്കും. രണ്ടെണ്ണം തൽക്കാലം നമുക്ക് ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം ഒരെണ്ണം നോക്കാം, അതൊക്കെ ഇത്ര കട്ടിയുള്ള ഐറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓറഞ്ച്. ഓറഞ്ച് പെട്ടെന്ന് ആവുന്നുണ്ടല്ലോ. ഓറഞ്ച് എത്ര നോക്കണം? രണ്ടെണ്ണം വെച്ചാലോ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളത് രണ്ടെണ്ണം നോക്കാണ്. ഓറഞ്ച് തിരിഞ്ഞും പറഞ്ഞല്ലോ. സെറ്റായിട്ടുണ്ട്. മൂന്നെണ്ണം കാണിച്ചു തരാം. ഇത്ര സെറ്റായിട്ടാണ്, ഈ ബാക്കിയില്ല. ഇതുപോലെ നമുക്ക് ബാക്കി ചെയ്തിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനിയാണ് നമ്മുടെ കുക്കിംഗ് പരിപാടിയിലോട്ട് കിടക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ചിട്ട് വേണം ഷുഗർ എടുക്കാൻ. ഓക്കെ, അപ്പം ഷുഗർ ഇട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉടനെ തന്നെ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരുവിധം ആയി കഴിയുമ്പോൾ നമുക്ക് വരാം. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ഫ്രൂട്ട്സ് ടംഗ്ലർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇങ്ങനെ വന്നിട്ട് മനസ്സിലാവുന്ന അറിയില്ല കണ്ടിട്ട്. ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. വൈറ്റും കളർ വരും, കുറച്ചങ്ങനെ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ വിചാരിച്ചിട്ട് വന്നിട്ടില്ലെന്നോ. നമുക്ക് ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇതൊരു കറമുറ സൗണ്ട് വന്നില്ല, കുറച്ചും കൂടെ എനിക്ക് ഒന്ന് തണുക്കണം. ചെറിയ ചൂടുണ്ട്. അപ്പം നമ്മൾ ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് അപ്പം എടുത്ത് കഴിച്ചു. നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഇതാണ് നമ്മുടെ ഏറ്റവും കുറേ കണ്ടിട്ടുണ്ട് ഇത്, ഈ ഗ്രേപ്സിൻ്റെ ഐറ്റം. സൗണ്ട് അധികം കേൾക്കുന്നില്ല. നമുക്ക് ആപ്പിൾ. ചൂട് മാവ് വരുമ്പോൾ ആവുന്നുണ്ട്. ആപ്പിൾ കുറച്ചും കൂടെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ആപ്പിൾ കഴിക്കും.
അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഫ്രൂട്ട്സ് ടംഗലു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള പല പല പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ടിൽ ദെൻ ബൈ.